യൂട്യൂബ് ചാനൽ. സോ ഇന്ന് കാത്തിരുന്ന് അവസാനം ഗ്രാജുവേഷൻ ഡേ എത്തിയിരിക്കുകയാണ്. സോ അത്ര എക്സൈറ്റ്മെൻ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വൺ ഓഫ് മൈ ഡ്രീം ആയിരുന്നു ഗ്രാജുവേഷൻ എന്ന് പറയണത്. ലൈക്ക് ആ ഗൗണൊക്കെ ഇട്ടിട്ട് അതൊരു വേറെ തന്നെ ഒരു വൈബ് തന്നെയാണ്. ഭയങ്കര ഒരു പവർ ഫീൽ ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ് ഗ്രാജുവേഷൻ എന്ന് പറയുമ്പം. പക്ഷെ ഇപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് പഠിച്ചിറങ്ങിയ സമയത്ത് ആ ടൈം ഗ്രാജുവേഷൻ ഇങ്ങനത്തെ സെറമണി നടത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരിതുണ്ടായിരുന്നായിരിക്കും. പക്ഷേ ഇനി എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിഞ്ഞൂടെ, എനിക്ക് കുറച്ചൊന്ന് എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഓക്കെ, ബട്ട് എനിക്ക് അത്ര ഹൈപ്പ് എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. അടിപൊളിയായിട്ട് ഒരുങ്ങിപ്പോണം, കുറച്ച് ഫോട്ടോ എടുക്കണം, എല്ലാവരും ഒന്ന് കാണണം. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു 7 മാസത്തിന് ശേഷമാണ് നന്ദുവിനെയൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിൽ ഞാൻ എക്സൈറ്റഡ് ആണ്. നന്ദുവിനെ പിന്നെ ബാക്കി ഫ്രണ്ട്സിനെ എല്ലാവരെയും ഞാൻ കുറേ നാളായി മീറ്റൊക്കെ ചെയ്തിട്ട്. അതാണ് കുറച്ചും കൂടെ എക്സൈറ്റഡ് ഗ്രാജുവേഷനെ കാട്ടി. സോ അതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നൊരു ഗ്രാജുവേഷൻ വ്ളോഗായിരിക്കും. കോൺസെൻട്രിക് കാപ്പി റെഡി. നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തിയാണ് ഡ്രസ്സിനെ. അതാ അമ്മേനെ എടുക്കലെന്നാണ് പറഞ്ഞേക്കണം അമ്മ. ഓക്കെ, ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതാ ചെരുപ്പ്, നെയിൽസ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇത് ഫോട്ടോഷൂട്ട് പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഏസ്തെറ്റിക് ആക്കാൻ നോക്കിയാണ്. നടക്കണില്ല, നോക്കട്ടെ. അമ്മ റെഡിയായി, സുന്ദരിയായിട്ടുണ്ട്. നല്ല ചുരിദാർ. സോ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഒരു ബോഡിക്കോണാണ്. അപ്പോൾ നമുക്ക് ആക്സസറീസൊക്കെ പെയർ ചെയ്യാം. ഇതെല്ലാം ബാംഗ്ലൂർ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഈ കയ്യിൽ വേണം. നെക്സ്റ്റ് കമ്മൽ. കല്യാണിന്റെ കവറിലാണോ നിനക്ക് തുണി എടുക്കുന്നത്? ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നടക്കുന്നത്. മോയ്സ്ചറൈസർ ഇട്ട, സൺസ്ക്രീൻ ഇട്ട. കണ്ടാലേ അറിയാം കണ്ണെഴുതി വെച്ചേക്കണം. എന്തോ കണ്ടാലേ അറിയാം. ആ കണ്ണെഴുതി ചെയ്യണ്ട. ഒരുമാതിരി കണ്ണട വരക്കില്ല എന്റെ മണ്ടേ കൂടെ. കണ്ണ് നേരാണ്. സോ ഇതാണ് നമ്മുടെ ഫുൾ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. ഞാൻ ഇന്നലെ മുടി ചെന്നിട്ട് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ത്രെഡ് ചെയ്തു, കുറച്ച് നെയിൽസ് ഫിറ്റ് ചെയ്തു, ഇതൊക്കെ തന്നെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പമാണ്. അപ്പോൾ ഈ നെയിൽസ് വെച്ച കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട്. ഇതെങ്ങനെ കഴിക്കണേണോ എന്തോ. അമ്മയാണ് അതുകൊണ്ട് വരുത്തരണം. അപ്പോൾ അതൊക്കെ ലിപ്സ്റ്റിക് ആവല്ലേ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇട്ടുകൂടെ?
നെയ്സുള്ളവരൊക്കെ ഇങ്ങനെ എന്തോ കഴിക്കണം. ബെറ്റർ പശു ഗൈസ് പേടിച്ച്. സോ നമ്മളിവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് 8:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. എനിക്ക് ഫോട്ടോസൊന്നും നന്നായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ കുറേ മിറർ സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നടന്നിട്ടില്ല. കൊള്ളാം. ഇപ്പം ചെറിയ എക്സൈറ്റ്മെൻ്റ് വന്നു, ചെറുതായിട്ട്. എന്റെ എക്സൈറ്റ്മെന്റ് കൂടി വന്നിട്ടുണ്ട്. എന്താ എന്റെ ഫ്രണ്ട്സ് എനിക്ക് നിന്നെ കണ്ടപ്പോ വന്ന് നല്ല സുന്ദരമായിട്ടുണ്ട്. ഇവള് മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് ചൈത്ര ഇങ്ങോട്ട് വിളിച്ചിരിക്കണേ. ചൈത്ര വന്നു. How are you? നല്ല സുന്ദരിയായിട്ടുണ്ട്. ഓ സിൽമിയാണ് നമുക്ക് കോട്ടൊക്കെ ഇട്ട് ആചരിക്കുന്നത്. നിനക്ക് ആരടി സാരി എടുത്തു തന്നെ? ചൈത്ര. എൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഇപ്പം. എനിക്ക് എന്തോ പറയണോന്ന് അറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. യെസ്, വാക്കുകൾ എനിക്കറിഞ്ഞൂടാ. സോ ഹാപ്പി. സപ്ലിയൊന്നും അടിക്കാതെ ഞെട്ടി. എൻ്റെ കാലൊടിഞ്ഞെട്ടി വെള്ളമാണ് എന്നെ തള്ളിക്കൊണ്ടുപോയത് എല്ലാവരും. സോ നമ്മൾ അറേഞ്ച് ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഇനി ഒരു ട്രയലൊക്കെ നടത്തുമെന്ന് തോന്നുന്നു അവിടെ കയറിയിട്ട് കാണിക്കാനുള്ളതൊക്കെ. എനിക്കറിഞ്ഞൂടാ അവിടെ ചെന്നിട്ട് എന്താണ് കാണിക്കണേന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഷംന morning all. Respected Chief of PBB Communication, Director, Chief Executive of Shifa Medical Trust, whose dedication and strategic direction have consistently strengthened our institution, paving the way for its continued success. Miss Falsini K. Miss Steffi Pramod. Miss Afa Nasir. അങ്ങനെ സാധനം കയ്യിൽ. ഞാൻ To perfect and enlarge my knowledge. To contribute to the advancement of pharmacy and public health. I shall follow the system which I consider best of pharmaceutical care and counseling of patients. നമ്മൾ ഗ്രാജുവേഷൻ സാധനം ഒഫീഷ്യലി കഴിഞ്ഞു. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകും.
അതൊക്കെ തന്നെ വെളിച്ചമില്ല. ഡാനിഷ് ബാട്ടി. Hello guys, how are you? How to eat with snail. Task. ബാംഗ്ലൂർ നീ അവിടെ വെച്ച് കണ്ടോ? ടാറ്റാ നന്ദു. ഓ കഴിഞ്ഞു. കാല് കുറച്ച് സീനാണ് ഈ ഹീൽസ് ഇട്ടിട്ട്. പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. എന്താ ലൈറ്റ് വന്നില്ല. സോ നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. ഇങ്ങോട്ട് വന്നതിനെക്കാട്ടി സാധനങ്ങളുണ്ട് തിരിച്ചു കൊണ്ടുപോകാനായിട്ട്. അമ്മ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടാണ് വന്നത്. അച്ചാറ് ഗ്രൗണ്ട് ഇതാക്കണോ? നമ്മളടുത്ത് മാർക്കറ്റ് സിറ്റിയിലോട്ട് പോവുകയാണ്. അമ്മ ഇന്നിവിടെ വന്നിട്ടില്ലല്ലോ. സോ അവിടെ ചെന്ന് അവിടെ സ്റ്റുഡിയോ മാച്ച് വേറൊന്നുമില്ല, ജസ്റ്റ് അവർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറേ സമയമുണ്ട്. ഇനി 9 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇപ്പോഴാണ് എനർജി വന്നത്. സ്റ്റുഡിയോ കണ്ടപ്പോൾ അമ്മയ്ക്ക് എനർജി വന്നു. ഇത് ഓഫീസ് ചെയ്താൻ പറ്റില്ലല്ലേ? എത്ര രൂപ? അത് കൊള്ളൂല അമ്മ, പഴയ ട്രെൻഡ് പോലെ. ദുപ്പട്ട സോ നമ്മൾ ഇന്ന് ശരിക്കും പർച്ചേസ് നടത്തി. ടീഷർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങി. ഹാപ്പി. താഴെ മിനിസോ ഉണ്ട്, അവിടെയും കൂടെ പോയിട്ട് നമുക്ക് തിരിച്ചു പോവാം. അമ്മയും പോവുകയാണ്. അമ്മയും വീണ്. അയ്യോ ടാറ്റ. അമ്മ ടാറ്റ. ഇനി ക്രിസ്മസിന് കാണാം. അമ്മ വീണിക്കുമ്മ. ഓക്കെ ബൈ.